മണിരത്നം, കമൽഹാസൻ, AR റഹ്മാൻ. പ്രേക്ഷകർക്ക് പ്രതീക്ഷ വെക്കാൻ ഈ പേരുകൾ തന്നെ ധാരാളം. നീണ്ട 38 വർഷത്തിനു ശേഷം മണിരത്നവും കമൽഹാസനും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും കാഴ്ചക്കാർ അമിത പ്രതീക്ഷയുമായി തിയേറ്ററിലേക്ക് പോയാൽ അവരെ ഒരിക്കലും കുറ്റം വരാൻ കഴിയില്ല. UAI സർട്ടിഫിക്കറ്റ് നേടിയ കമൽഹാസൻ ചിത്രത്തിന് 165 മിനിറ്റാണ് ആകെ ദൈർഘ്യം. സിലംബരശൻ, ജോജു ജോർജ്, തൃഷ, അഭിരാമി, ഐശ്വര്യലക്ഷ്മി, നാസർ, അശോക് സൽവൻ, അലി ഫസൽ, പങ്കജ് ത്രിപാഠി, ദിഷു സെൻഗുപ്ത, സാനിയ മൽഹോത്ര, രോഹിത് ഷറഫ്, വൈരാപുരി തുടങ്ങിയവർ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന തഗ് ലൈഫിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. അടിസ്ഥാനപരമായി തഗ് ലൈഫ് സിനിമയുടെ ഭാഷ തമിഴാണെങ്കിലും കഥ നടക്കുന്നത് ഡൽഹിയിലാണ്. സാധാരണ തമിഴിൽ കഴിഞ്ഞൊരു പേര് സിനിമയ്ക്ക് നൽകാറില്ലെങ്കിലും കഥയുടെ പശ്ചാത്തലം തമിഴല്ലാത്തത് കൊണ്ടായിരിക്കണം പേര് ഇംഗ്ലീഷിലേക്ക് മാറ്റിയത്. പഴയ ഡൽഹിയും പുതിയ ഡൽഹിയുമാണ് പശ്ചാത്തലത്തിൽ ഉള്ളതെങ്കിലും കഥയുടെ ചുറ്റുവട്ടം തമിഴാണ്. ഡൽഹിക്ക് പുറമെ കഥ പറയാനുള്ള സൗകര്യത്തിലായിരിക്കണം ഇടയ്ക്ക് ഗോവയിലും ജയ്സാൽമീറിലും നേപ്പാളിലുമൊക്കെയായി പോയി വരുന്നുണ്ട്. സിനിമയുടെ ആദ്യ പകുതി നൽകുന്ന കഥ പറച്ചിൽ രീതിയും സുഖവും രണ്ടാം പകുതിയിൽ കൈവിട്ടു പോകുന്നുണ്ട് എവിടേക്കോ. തമിഴിന്റെ കവിത തുളുമ്പുന്ന വരികളുള്ള ഗാനവും അതിന് AR റഹ്മാൻ നൽകിയ സംഗീതവും ഏതു തരം പ്രേക്ഷകരെയും കൊതിപ്പിക്കുന്നത് തന്നെയാണ്. ഡൽഹിയിലെ രണ്ട് ഗുണ്ടാ വിഭാഗങ്ങൾ തമ്മിലുള്ള കുടിപ്പകയിലാണ് ജീവിതം തഗ്ഗാകുന്നത്. സ്വാഭാവികമായും ഗുണ്ടാ സംഘത്തിൽ ഒരു വിഭാഗം നെറികേടുള്ളവരും മറ്റു വിഭാഗം നേരും നെറിയും ഉള്ളവരുമാണ്. ഇന്ത്യൻ സിനിമാ ലോകത്തെ എണ്ണം പറഞ്ഞ അഭിനേതാക്കളിൽ ഒരാളായ കമൽഹാസനിലെ നടനെ എടുത്തു കാണിക്കാവുന്ന രംഗങ്ങളൊന്നും തന്നെ തഗ് ലൈഫിൽ ഇല്ലെങ്കിലും കമൽഹാസൻ എന്ന 70-കാരൻ നടത്തുന്ന ശാരീരിക പ്രകടനങ്ങൾ അതൊരിക്കലും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. സംഘടന രംഗങ്ങളിലും ശാരീരിക അധ്വാനം ആവശ്യമായ ഭാഗങ്ങളിലുമെല്ലാം യുവാവിന്റെ ചുറുചുറുക്കാണ് അദ്ദേഹം പ്രകടമാക്കുന്നത്. മലയാളത്തിൽ നിന്നും 3 അഭിനേതാക്കൾ തഗ് ലൈഫിന്റെ ഭാഗമായിട്ടുണ്ട്. രംഗരാജ ശക്തിവലിന്റെ സംഘത്തിലെ പത്രോസായി ജോജു ജോർജും പോലീസുകാരൻ സാമുവേൽ റൊപ്പായിയായി ബാബുരാജും അന്നയെന്ന ചന്ദ്രയായി ഐശ്വര്യലക്ഷ്മിയും. അതിൽ ജോസുവിന്റെ കഥാപാത്രം പത്രോസ് താൻ മലയാളിയാണെന്നും കാഞ്ഞിരപ്പള്ളിക്കാരനാണെന്നും ഒരിടത്ത് പറയുന്നുണ്ട്. ഗുണ്ടാ സംഘങ്ങൾക്കിടയിലെ കുടിപ്പക പരസ്പരം ഏറ്റുമുട്ടുന്നതിലും പോലീസുകാർക്ക് ഒറ്റിക്കൊടുക്കുന്നതിലേക്കുമെല്ലാം എത്തുന്നുണ്ട്. അത്തരമൊരു ഒറ്റനിടിയിലെ വെടിവെപ്പ് അമർ എന്ന 7 വയസ്സുകാരനും അവന്റെ സഹോദരി 4 വയസ്സുകാരി ചന്ദ്രയ്ക്കും അവരുടെ അപ്പനെ നഷ്ടപ്പെടുത്തുന്നു. സഹോദരിയെ കാണാതെ വിഷമിക്കുന്ന അമറിനെ തന്നോടൊപ്പം കൂട്ടുന്ന ശക്തിവേൽ പെങ്ങളെ കാണിച്ചു കൊടുക്കുമെന്ന് വാക്ക് നൽകുകയും അതിനായി അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. പുതുമ ഒട്ടും അവകാശപ്പെടാനില്ലാത്തത് തന്നെയാണ് കഥയെങ്കിലും സിനിമയുടെ മേക്കിങ്ങിലും സംവിധാന മികവിലും മണിരത്നം പരമാവധി ചെയ്തിട്ടുണ്ട്. കമൽഹാസനും മണിരത്നവും ചേർന്നാണ് സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത്. സിലംബരസനും ജോജോ ജോർജും അഭിരാമിയും തങ്ങളുടേതായ ഭാഗങ്ങൾ തങ്ങളുടെ അമരനെയും പത്രോസിനെയും ജീവയെയും മികവുറ്റ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നാസറിന്റെ മാണിക്യം അദ്ദേഹത്തിന്റെ പതിവ് രീതിയിലുള്ള കഥാപാത്രം തന്നെയാണ്. ചെറിയ സമയം മാത്രമേ സ്ക്രീനിലുള്ളൂവെങ്കിലും മലയാളത്തിൽ കാണാത്തൊരു കഥാപാത്രത്തെയാണ് ബാബുരാജ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. സിനിമയുടെ മൂഡിനും അതേസമയം ആസ്വാദകരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന വിധത്തിലുള്ള AR റഹ്മാന്റെ സംഗീതം തഗ് ലൈഫിന്റെ ആത്മാവായി പ്രവർത്തിക്കുന്നുണ്ട്. കമൽഹാസനോടൊപ്പം 3ാമത്തെയും മണിരത്നത്തോടൊപ്പം 19ാമത്തെയും AR റഹ്മാൻ സിനിമയാണ് തഗ് ലൈഫ്. രവി K ചന്ദ്രന്റെ ക്യാമറയ്ക്കും തഗ് ലൈഫിൽ വലിയ പങ്ക് വഹിക്കാനായിട്ടുണ്ട്. ജയ്സാൽമീറിലെ മരുഭൂമിയും നേപ്പാളിലെ മഞ്ഞുമലകളും ഗോവയിലെ കടലുമെല്ലാം അതിനെ മനോഹാരിതയോടെ സ്ക്രീനിൽ പ്രേക്ഷകർ നേരിട്ട് കാണുന്ന അതേ വികാരത്തോടെ രവി K ചന്ദ്രൻ ചിത്രീകരിച്ചിട്ടുണ്ട്. തഗ് ലൈഫ് കാഴ്ചയുടെ ഒരു പ്രത്യേകത മരുഭൂമിയും കടലും മഞ്ഞും ഒരേ പ്രാധാന്യത്തോടെ വെള്ളിത്തിര നിറഞ്ഞ് കാഴ്ചപ്പെടുന്നുവെന്നത് തന്നെയാണ്.